ചെരുപ്പും പോയ. ആഹാ, ഇതും കൂടെ പൊട്ടിയാ. എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാൻ പുതിയ. ആ ഡേയ്, സുഖങ്ങളൊക്കെ തന്നെ അപ്പി? ഓ സുഖം തന്നെ. നീ ഇപ്പൊ എവിടെ ജോലിയാണ്? കണ്ണൂര്. ശരി പോട്ടോടെ. ഇനിയിപ്പം 2 ചെരുപ്പും പോയി. നിങ്ങളേതും കുറ്റം പറഞ്ഞു. നിങ്ങൾക്ക് വാണ്ടായിരുന്നു, നിങ്ങൾ കരയുമെന്നല്ലേ പറയാൻ വന്നേ. എനിക്കിതൊക്കെ ആലോചിക്കാനുള്ള കഴിവുണ്ടെന്നേ. കിടക്കട്ടെ, കക്കൂസിലെങ്കിലും ഇടാം. ഇത് നീ ഇവരെ കമ്പനി ഒന്നും പറ്റില്ലേ? അവർ നമുക്ക് നമ്മുടെ സൈഡിനെ പറ്റിയ ആൾക്കാരല്ല. അതല്ലടാ, അവന്ന് പരിചയം പുതുക്കിയതിന്റെ പേരിൽ ചെറുതായിട്ടൊന്ന് ചിരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നില്ല, പെട്ടെന്ന് വന്നല്ല. പിന്നെ അവ എന്നെ വിളിച്ചേട്ടാ, ബാബു എന്നാണ് വിളിച്ചത്. പിന്നെ ബാബുവിനെ ബാബു എന്നല്ല, പിന്നെ വേറെ ഒന്നും നിന്നെ വിളിച്ചേട്ടാ വൈ. ആ അപ്പി എന്നാണ് വിളിച്ചത്. എന്തൊരു അപ്പി? എന്നെ വഴിക്ക് അപ്പി എന്ന് വിളിച്ചു. ഞാൻ ഒരു ചവക്കല്ലാക്കി നോക്കി കൊടുത്തു. ഇപ്പൊ എന്നെ വിളിക്കില്ല, ഇപ്പൊ എന്റെ പേര് പറഞ്ഞേ വിളിക്കുള്ളൂ. നീ എവിടെയെങ്കിലും സ്റ്റാൻഡേർഡായിട്ട് പോകാൻ നിൽക്കുമ്പോ തന്നെ അപ്പി അപ്പി എന്ന് വിളിക്കും. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാം അവനെ. ശരി തന്നെയാ. ഞാൻ ഇന്നാൾ ബസ് സ്റ്റാൻഡില് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിന്നപ്പോ ഇവ അവിടെ വന്നിട്ട് അപ്പി സോങ്ങൾ തന്നെയാണ്. ഞാനാണെങ്കിൽ ആ പാടെ ചത്ത് നാറി ആൾക്കാരൊക്കെ എന്നെ നോക്കണം, നോട്ടം കാണുമായിരുന്നു. ഇനി എന്ത് ചെയ്യൂടെ? ഇപ്പൊ പോയ രണ്ടെണ്ണം ചമക്കനാ കൊടുക്കാം. ഇപ്പൊ അവിടെ പൊത്തയും പിടിച്ചോണ്ടിരിക്കും. ഇല്ലല്ലേ, ഇന്ന് അവന് 2 എണ്ണം കൊടുത്തിട്ടുള്ളൂ, ബാക്കി കാര്യം. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇവിടെ ഞാൻ നിരീക്ഷിച്ചു പോലുമില്ല ഇവിടെ കിടക്കുന്നു. ചുമ്മാ അല്ല, ഒരു മൂട് കൊണ്ടിട്ട ഇത് ഇവിടെ മൊത്തം നശിക്കും. ചുമ്മാ അല്ല രമണി ചേച്ചി എടുത്തോണ്ട് വന്ന് പറയാൻ പറഞ്ഞു. യാവർക്കോ പണി കൊടുക്കാം, നമുക്കെന്തൊരു പൈസ കിട്ടും, എടുത്തോണ്ട് കൊടുക്കണം. ഇത്തിലും ചോദിച്ചു, ഇനി ഇത്തിലിന് ഇവിടെ പോവാൻ ഇവിടുന്ന്. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോ ഒരു സർക്കാർ ജോലിയും കിട്ടി സമൂഹത്തിൽ വിലയും നിലയെടുത്ത് താമസിക്കുന്ന ഒരാളാണ്. നീ എന്നെ ഇന്നാളെ ബസ് സ്റ്റാൻഡ് വെച്ച് അപ്പി കുപ്പി എന്നൊക്കെ വിളിച്ച് എന്താ അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നടാ. അതുകൊണ്ട് നമ്മൾ 5ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചില്ലടാ. നിങ്ങൾ മസ്തൂർ എഴുതി ജോലി കിട്ടി, നിങ്ങൾ വലിയതായി. എടേ, സർക്കാർ ജോലി എന്ത് തന്നെയാലും സർക്കാർ ജോലി തന്നെ. നീ ഈ താളിയും പിച്ചോണ്ട് എന്താടാ കാണിക്കുന്നത്? ഞാൻ പറയണ കേട്ടാ. നീ അതിനെ തല്ലൂലായിരുന്നു. രമണി ചേച്ചിയുടെ മൂടില്ലാത്ത ആളെയാണ് നീ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞ. എടാ, എനിക്കെന്നവൻ ചവക്കനതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അതിന്റെ ഇടയിലാണ് ഇത്. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണാടാ പുല്ലേ നീ ആ പട്ടിയെ എടുത്ത് എന്നെ കൊണ്ട് ഇട്ട് കൊടുത്തത്. നീ എന്നാണ് പറഞ്ഞില്ലടാ, നീ എന്നെ അപ്പിയെന്ന് വിളിച്ചപ്പോ അവൻ നീ ചെറുക്കനാ കൊടുത്തത്. എടാ, നിന്റെ ഈ തടി കണ്ടപ്പോഴും ഞാൻ വെച്ച് നീ അവൻ 2 എണ്ണം കൊടുക്കുമെന്ന്. എടാ, നീ 2 എണ്ണം കൊടുത്ത് മലന്ന് വളക്കുമ്പോഴ് എനിക്ക് വന്ന് പറയാം, എടാ എന്നെ അപ്പി അപ്പിയെന്ന് വിളിക്കരുതെന്ന്. ഇപ്പൊ നീയല്ലേടാ മലന്നത്. നിനക്കറിയാം ഇല്ലടേ, അവന്റെ കൈക്ക് നല്ല ആരോഗ്യമുള്ള കാര്യം. ഇത് വെറും തടിയടാ, തടി. അതും പോട്ട് എനിക്ക് ഷുഗറടാ പുല്ലേ. നീ ഇനി എന്നെ എങ്ങനെയെങ്കിലും ഒരു വൈദ്യശാലയിൽ ഇത്തിരി കൊണ്ടുപോടാ, അല്ലെങ്കിലേ എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഫലമില്ലാത്തവരായി പോകൂടാ. അയ്യോ പൊങ്ങണില്ലടാ ഇടുപ്പ്. അമ്മ, അയ്യോ മൊത്തം ചെളിയാടാ. ചെളി എന്റെ ഉടുപ്പിലല്ലടാ പുല്ലേ, എന്റെ തലയിൽ. അല്ലെങ്കിൽ നിന്റെ വാക്ക് കേട്ടോണ്ട് ഞാൻ ആ പട്ടിയെ തല്ലാൻ വരുവാടാ. അയ്യോ അയ്യോ അയ്യോ.